Hi friends, welcome back to my channel. നമുക്ക് ഇന്ന് പൈനാപ്പിൾ ഉപ്പിലിട്ട് ആക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ആ സൈഡിലും കട്ട് ചെയ്ത് മാറ്റാം. പഴുത്ത പൈനാപ്പിൾ ആണ് ഇതിന് ഏറ്റവും നല്ലത്. എൻ്റെ പൈനാപ്പിൾ ചെറുതായിട്ട് കേട് വരുന്നുണ്ടായിന്. ഇനി നമുക്ക് ആ സൈഡിലെ മുള്ള് കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത് നമുക്ക് ഒരു വിളിക്ക് പാർക്കുണ്ട്. അച്ഛൻ ആടുന്ന എപ്പോൾ ഇത് വാങ്ങിത്തരും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. നിങ്ങൾക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇഷ്ടമാണോ? ഇഷ്ടമായവർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ബീച്ചിലെല്ലാം പോയാൽ നമുക്ക് റൗണ്ട് ഷേപ്പല്ലേ കിട്ടുന്നത്. നമ്മൾ 4 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. കാരണം നമ്മൾ ബോട്ടിൽ കുറച്ച് ചെറുതാണ്. മുറിച്ച പീസസ് തൽക്കാലം നമുക്കൊരു ബൗളിൽ മാറ്റി വെക്കാം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ്. അതിനുശേഷം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് മാറ്റാം. കാന്താരിയാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് പൈനാപ്പിൾ ബോട്ടിലേക്ക് മാറ്റാം. പൈനാപ്പിൾ ഉപ്പിലിട്ടത് കുറേ ദിവസം വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് നാളെ വൈകുന്നേരം എടുക്കാം. കുറേ ദിവസം വെച്ചാൽ ചീഞ്ഞു പോകും. അതിനുശേഷം മുറിച്ച് വെച്ച് പച്ചമുളക് ഇടാം. ഇനി നമുക്ക് സോൾട്ടാണ് ഇടേണ്ടത്. 1 സ്പൂണ് നിറച്ചും സോൾട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. പൈനാപ്പിളിന് മധുരം നോക്കിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. നമ്മളിവിടെ 2 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടത്. അതിനുശേഷം തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ബോട്ടിൽ നിറച്ചൊഴിച്ച് വെക്കാം. നോക്കിയേ ഗൈസ്, നല്ല ഭംഗിയില്ല കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും 1 സ്പൂണ് വിനാഗിരി ഒഴിക്കണേ. അതിനുശേഷം നമുക്ക് ഈ മൂടി അടച്ച് വെക്കാം. എന്നിട്ട് ബോട്ടിൽ ഷേക്ക് ചെയ്യണേ. നമ്മളുടെ പൈനാപ്പിൾ ഉപ്പിലിട്ട് റെഡി. Please do like and subscribe guys. Thank you.